അതുകൊണ്ട് ജാതി പറയുന്ന അഭിമാനമാണ്, അപമാനമല്ല. ഈ വിദ്യാലയം തരാത്തതിൻ്റെ ഒരു കുറവ് ഞാനൊന്ന് മലപ്പുറത്ത് വെച്ച് മറന്നു പോയി എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ കത്തിക്കുകയാണ്. മലപ്പുറത്ത് കത്തിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ വളരെ വാചാലമായി എല്ലാവരും പറയുമെങ്കിലും ആ പ്രബുദ്ധരാണെങ്കിൽ വിദ്യാഭ്യാസം തരണ്ടേ, വിദ്യാലയം തരണ്ടേ? എൻ്റെ സമുദായത്തിൻ്റെ കുടിപ്പള്ളിക്കുടം പോലും മലബാർ പ്രദേശില്ല, വയനാടില്ല, കാസർഗോഡില്ല. ഈ കുറവ് ഞാൻ പറഞ്ഞാൽ ഞാൻ വർഗീയതയാണോ പറഞ്ഞത്? ഇവിടെ ന്യായം പറയുന്നവരെ വർഗീയവാദി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തല്ലി തകർക്കാനും കോലം കത്തിക്കാനും സ്വന്തം ആ വ്യക്തിയെ തന്നെ എന്നെ തന്നെ കത്തിക്കാനും ശ്രമിക്കുമ്പോൾ ഞാൻ വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റുപിടിച്ച് പറയാനും ചില രാഷ്ട്രീയത്തിലും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് വർഗീയത പറഞ്ഞു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മലപ്പുറത്ത് ഒന്നില്ല. ഞാൻ ഒന്ന് ആലോചിക്കണം. പിന്നോക്ക സമുദായം മുന്നണിയെന്നും സംവരണ സമുദായം മുന്നണിയെന്നും എല്ലാം പറഞ്ഞ് ലീഗുമായിട്ടും എല്ലാം ചേർന്ന് ഇടതുപക്ഷത്തെ ഇറക്കി UDF ഭരണത്തിൽ വരാൻ ഒരു കാലഘട്ടത്തിൽ അവരോടൊന്നിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച്, MP ഡൽഹി മാർച്ച്, പാർലമെൻ്ററി, ഹൈക്കോടതി മാർച്ച് ഇതെല്ലാം നടത്തി LDF പോയി UDF വന്നപ്പോൾ ഭരണം വന്നപ്പോൾ ആലുവ മണപ്പുറത്ത് പോലും മിച്ച കണ്ട ഭാവമില്ല. നമുക്ക് സൂര്യ തരുന്നില്ല, താപനം തരുന്നില്ല. ഈ കുറവ് ഞാൻ പറയുമ്പോൾ എന്നെ കുറ്റം പറയുകയാണോ വേണ്ടത്? കുറവ് യാഥാർത്ഥ്യമാണെങ്കിൽ കുറവ് പരിഹരിക്കാനുള്ള ചിന്തയല്ലേ വേണ്ടത്? നമ്മളെല്ലാം സഹോദരരാണെന്ന് പറഞ്ഞാൽ സഹോദരരായപ്പോഴേ സഹോദരത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കാവുന്ന പ്രവൃത്തി ഉണ്ടാകണ്ടേ? കിട്ടുന്നതെല്ലാം ഒറ്റയ്ക്ക് പിടിക്കാൻ മതിയോ? ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ? ഇതൊരു ജാതിയാണോ? ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്, വർണ്ണമുണ്ട്, വർഗമുണ്ട്. ജാതി വ്യവസ്ഥയുടെ നിയമപ്രകാരം നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് ജാതി പറയുന്ന അഭിമാനമാണ്, അപമാനമല്ല. ഇവിടെ സാമ്പത്തിക സംവരണമില്ലേ, സാമുദായിക സംവരണമില്ലേ, 140 സീറ്റുകളിൽ 14 റിസർവേഷനില്ലേ? ഇതെല്ലാം നോക്കും. ജനാധിപത്യം ഇവിടെ എത്തിയെന്ന്. മതാധിപത്യത്തിന് ജനാധിപത്യം വഴിമാറിക്കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറി. സംഘടിത ന്യൂനപക്ഷങ്ങൾ ഇന്ന് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുകയാണ്. അതിൻ്റെ പേരിൽ എന്നെ ക്രൂശിക്കുകയാണ്. നിങ്ങൾക്കറിയാവില്ല, ആലുവായിൽ ഒരു മാൻഹോളിൽ ഒരു മുസ്ലിം മരിച്ചപ്പോൾ 25 ലക്ഷം രൂപ സർക്കാർ കൊടുത്തപ്പോൾ അതിനോടൊപ്പം മരിച്ച മറ്റുള്ളവർക്കൊന്നും കൊടുക്കാത്തതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞപ്പോൾ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് എന്താണ് ചെയ്തത്? എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കാനല്ലേ ഉത്തരവിട്ടത്. പക്ഷേ കോടതിയുടെ സംരക്ഷണയിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാനൊരു നീതിയല്ലേ പറഞ്ഞത്. ആ നീതി പിന്നെ അംഗീകരിക്കപ്പെടേണ്ടി വന്നില്ലേ? അപ്പോൾ അതെല്ലാം ചില സമുദായത്തിനിട്ട് കൊള്ളണമെന്ന് വരുമ്പോൾ അവർക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുമ്പോൾ ആ ഇഷ്ടമില്ലാത്തവരെ തകർക്കാനുള്ള പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നൊരവസ്ഥയായി ഇപ്പം മാറി. ജാതിയും ചിന്തയും മറ്റന്നത്തെക്കാളും വളരെ ശക്തമായി മാറി.